നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ആ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു വാർത്തയുണ്ട്. അത് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നായിരുന്നു. എന്നാൽ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് നിരന്തരമായി പ്രചരിപ്പിച്ചിരുന്നവർ പറഞ്ഞിരുന്നത് ഇത് AI വീഡിയോ ആണ് എന്നാണ്. നെതന്യാഹുവിൻ്റെ കയ്യിൽ 6 വിരലുകളുണ്ട് തുടങ്ങിയ ചില കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയത് ഇത് AI വീഡിയോ ആണ് എന്നും നെതന്യാഹു ഇപ്പോൾ ജീവിച്ചിരിപ്പേ ഇല്ല എന്നവർ പറഞ്ഞിരുന്നു. അതിനിടയിൽ നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനം ജർമ്മനിയിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗം രംഗത്തിറങ്ങി. അതുകൊണ്ട് തന്നെ നെതന്യാഹു ജർമ്മനിയിൽ പോയപ്പോൾ ഒളിച്ചിരിക്കുകയാണ് എന്നും ജർമ്മനി ചികിത്സയിലാണ് എന്നും തുടങ്ങി ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ നെതന്യാഹു ഉടലോടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരു പുതിയ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡറുമായി സംസാരിക്കാൻ നടക്കുക ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്ത് ഇട്ടിരിക്കുന്നത്. അമേരിക്കൻ സ്ഥാനപതി മൈക്ക് ഹക്കബിയുമായി അദ്ദേഹം സംസാരിക്കുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഈ വീഡിയോയിൽ നെതന്യാഹു പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നുണ്ട്. ഇറാനിലെ ദേശീയ സുരക്ഷാ മേധാവി ഉൾപ്പെടെയുള്ളവരെ വധിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ കയ്യിൽ ഒരു പഞ്ച് കാർഡ് ഉണ്ട് എന്നും അതിൽ 2 പേരെ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ ആ പഞ്ച് കാർഡിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അതായത് ഇറാനിലെ പ്രധാനപ്പെട്ട 2 പേരെ ഇന്നലെ വധിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും ആ പഞ്ച് കാർഡിൽ വേറെ ചില പേരുകൾ ബാക്കിയുണ്ട് എന്നും വളരെ തമാശ രൂപേണ നെതന്യാഹു പറയുന്നുണ്ട്. ഇറാൻ്റെ ആണവായുധ മോഹങ്ങൾ പൂർണ്ണമായും തകർക്കുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം അമേരിക്കൻ അംബാസഡറോട് പറയുന്നുണ്ട്. മാത്രമല്ല വളരെ സരസമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരുപാട് തമാശകൾ പറയുന്നുണ്ട്, അദ്ദേഹം നടക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ അംബാസഡറുമായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെയൊക്കെ തന്നെ വീഡിയോ പുറത്ത് വിട്ടതോടുകൂടി തന്നെ നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ലാരിജാനി എന്ന ഇറാൻ്റെ ദേശീയ സുരക്ഷാ മേധാവിയെ വധിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. കാരണം അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ലാരിജാനി ആയിരുന്നു. അയാൾക്കൊപ്പം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക മേധാവിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം 4 ഭാഗത്തു നിന്നും അദ്ദേഹം ഇപ്പോൾ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ പോലും വളരെ ധൈര്യത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. നേരത്തെ പുറത്തു വന്നൊരു വീഡിയോ അദ്ദേഹം ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫി അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ AI നിർമ്മിത വീഡിയോകളാണ് എന്നും നെതന്യാഹു കൊല്ലപ്പെട്ടിരിക്കാൻ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. കൂടാതെ നെതന്യാഹു ഏതാണ്ട് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സ കഴിയുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങൾ മോർഫ് ചെയ്തും മറ്റ് AI സഹായത്തോടു കൂടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോഴൊക്കെ കൃത്യമായി തന്നെ നെതന്യാഹു മറുപടി നൽകിയിരുന്നു. പക്ഷേ നെതന്യാഹുവിൻ്റെ മറുപടികൾ പോലും തട്ടിപ്പാണ് എന്ന രീതിയിലായിരുന്നു ഈ നെതന്യാഹു വിരുദ്ധ അല്ലെങ്കിൽ ഇസ്രായേലി വിരുദ്ധ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പുകൾ പ്രചരിപ്പിച്ചിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താൻ നിരന്തരമായി ഫോണിൽ സംസാരിക്കാറുണ്ട് എന്നും അമേരിക്കയുമായുള്ള തങ്ങളുടെ സഹകരണം ഏറ്റവും മികച്ചതാണെന്നും നെതന്യാഹു ഈ ചർച്ചയിൽ പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധത്തിൽ പരിക്കേൽക്കുക അതല്ലെങ്കിൽ നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്തിട്ടുള്ള ഇസ്രായേലി പൗരന്മാർക്ക് നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം തന്നെ നൽകാനാണ് ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ്. ഒരുപക്ഷെ താൻ കൊല്ലപ്പെട്ടു എന്ന് നിരന്തരമായി പ്രചരിപ്പിക്കുന്നവരുടെ വായടപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം നെതന്യാഹു ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ചതെന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡറുമായി തന്നെ ഈ ഒരു ചിത്രീകരണം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചതൊക്കെ തന്നെ മൊസാദിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം. കാരണം എല്ലാം AI ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള വാസ്തവം നമ്മുടെ നാട്ടിലെ പല ജനങ്ങൾക്കും ഇപ്പോഴും അറിയില്ല. ലോകത്ത് എന്ത് കാര്യം AI ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും അസാധ്യമായ കാര്യമാണ് എന്നും താൻ ഇപ്പോഴും ജീവനോട് ആരോഗ്യത്തോടുകൂടി തന്നെ ഉണ്ട് എന്നും ഒരുപാട് തമാശകൾ പൊട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഏതായാലും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാസ് എൻട്രി ആയിട്ട് തന്നെ വേണം കണക്കാക്കാൻ. കാരണം താൻ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ കൂടെയാണ് അദ്ദേഹം അമേരിക്കൻ അംബാസഡറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് സധൈര്യം പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നത്.